കുടിയായ്മ അവസാനിക്കുന്നു. 1970 ഭൂപരിഷ്കരണ നിയമം വഴി അവസാനിപ്പിച്ച കുടിയായ്മ 55 വർഷത്തിന് ശേഷം പ്രായോഗികമായി അവസാനിപ്പിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ലാൻഡ് ട്രൈബ്യൂണലുകൾ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കുടിയായ്മ പട്ടയ കേസുകൾ ഇക്കൊല്ലം അവസാനത്തോടെ പൂർണ്ണമായും തീർപ്പാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചു. ലക്ഷ്യം നിശ്ചയിച്ച് നൽകി കേസുകൾ പൂർത്തിയാക്കാനാണ് പരിപാടി. ഇതോടെ കുടിയായ്മ ചരിത്രമാവും. ലാൻഡ് ട്രൈബ്യൂണലുകൾ ഇല്ലാതാകുകയോ മറ്റു ചുമതലകൾ ഏറ്റെടുക്കുകയോ ചെയ്യും. കുടിയായ്മ അവസാനിച്ചു എന്ന പ്രഖ്യാപനം 2026 ജനുവരി 1 നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ജന്മിമാരിൽ നിന്ന് ഏക്കർ കണക്കിന് ഭൂമി കൃഷിക്കായി കൈവശം വച്ചിരുന്ന കുടിയായ്മ വ്യവസ്ഥ ഭൂപരിഷ്കരണ നിയമം വന്നതോടെ അവസാനിപ്പിച്ചിരുന്നു. നിയമം പ്രാബല്യത്തിലായപ്പോൾ ഈ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാകുകയും കുടിയായ്മക്കാർ നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് ലാൻഡ് ട്രൈബ്യൂണലുകൾ പട്ടയം കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. 55 വർഷമായി തുടരുന്ന ലാൻഡ് ട്രൈബ്യൂണൽ കേസുകൾ പോലുമുണ്ട്. അറിയാതെ മിച്ചഭൂമി വാങ്ങിയവരെ കൂടി കുടിയാന്മാരായി കണക്കാക്കണമെന്ന് 2005 ഭൂപരിഷ്കരണ നിയമ ഭേദഗതി വന്നു. ഇതോടെ പട്ടയ കേസുകൾ വീണ്ടും കുന്നുകൂടി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരം 1.5 ലക്ഷം കേസുകൾ ബാക്കിയുണ്ടായിരുന്നു. ലാൻഡ് ട്രൈബ്യൂണലുകൾക്ക് പ്രത്യേക ചുമതലക്കാരെ അനുവദിച്ചും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും യുദ്ധകാല അടിസ്ഥാനത്തിലാണ് 1 ലക്ഷത്തിലേറെ അപേക്ഷകൾ തീർപ്പാക്കിയത്. ഇതിനായി 14 ജില്ലകളിലും റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ടെത്തി കളക്ടർമാരുടെയും ലാൻഡ് ട്രൈബ്യൂണലുകളുടെയും യോഗം വിളിച്ചിരുന്നു. ലാൻഡ് ട്രൈബ്യൂണൽ കേസുകൾ തീർപ്പാക്കാൻ കർമ്മപദ്ധതി തയ്യാറാക്കി നൽകിയിരുന്നു. ഓരോ വില്ലേജിലും നൽകേണ്ട പട്ടയങ്ങളുടെ എണ്ണം നിശ്ചയിച്ചു. ലാൻഡ് ട്രൈബ്യൂണൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും കൂടുതൽ സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഗ്രാമസമൂഹത്തിലെ ജാതി ഹിന്ദുക്കളുടെ കുത്തകയാണ് ജാതി വ്യവസ്ഥയുടെ ഭൗതിക അടിത്തറയായി ബാബാസാഹേബ് തിരിച്ചറിഞ്ഞു. ദളിതർക്കുള്ള ഭൂപ്രശ്നം മാനുഷിക അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. അടിമത്തത്തിൽ നിന്നും ഗ്രാമീണ സമൂഹത്തിലെ ജാതി അടിസ്ഥാനമാക്കിയുള്ള ചൂഷണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം ഭൂരഹിതരായ ദളിതരുടെ താൽപ്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുഖ്യധാര ഭൂപരിഷ്കരണ വ്യവഹാരങ്ങളെ ബാബാസാഹേബ് അംബേദ്കർ വിമർശിക്കുകയും കർഷക ഉടമകളെ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ കാർഷിക വികസനത്തിന് വിപരീത ഫലമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി ഉന്മൂലനം, സമ്പദ് വ്യവസ്ഥയുടെ നവീകരണത്തിലൂടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും മോചനം, ദളിതർക്ക് കൃഷിയോഗ്യമായ ഭൂമി വിതരണം എന്നിവ ബാബാസാഹേബ് അംബേദ്കർ വാദിച്ചു. അംബേദ്കറിൻ്റേത് കാർഷിക പ്രശ്നത്തോടുള്ള ആധുനിക സമീപനമായിരുന്നു. അത് നിലവിലുള്ളതും പ്രാചീനവുമായ സ്ഥാപന ഘടകങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലെ കാർഷിക ഭൂപ്രശ്നങ്ങൾക്ക് ബാബാസാഹേബ് അംബേദ്കറുടെ പരിഹാരത്തിൽ 3 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ജാതി ഉന്മൂലനം വഴി ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിത്തറയിൽ ഒരു വിപ്ലവത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. രണ്ടാമതായി കർഷകരുടെയും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മോചനം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, വിദ്യാഭ്യാസം എന്നിവയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ. എന്നിരുന്നാലും ഈ പ്രക്രിയ സങ്കീർണമായ ഒന്നാണെന്നും ചെറുകിട കർഷകരും ഭൂരഹിതരായ തൊഴിലാളികളും കൃഷിയിൽ തുടരുമെന്നും അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. മൂന്നാമത്തെ ഘടകഭാഗം മറ്റുള്ളിൽ നിന്ന് പിന്തുടർന്ന് ദളിതർക്ക് പ്രത്യേക ഗ്രാമങ്ങളുടെ ഒരു സംസ്ഥാന വ്യവസായത്തിൻ്റെ മാതൃകയിൽ കൃഷി പുനഃസംഘടിപ്പിക്കണമെന്നും ദളിതർക്ക് കൃഷിയോഗ്യമായ ഭൂമി വിതരണം ചെയ്യണമെന്നും ബാബാസാഹേബ് അംബേദ്കർ ശുപാർശ ചെയ്തു. അംബേദ്കറിൻ്റേത് കാർഷിക പ്രശ്നത്തോടുള്ള ആധുനിക സമീപനമായിരുന്നു. അത് നിലവിലുള്ളതും പ്രാചീനവുമായ സ്ഥാപന ഘടനകളെ പൂർണ്ണമായും തകർത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം അഭിമാനമാണെങ്കിലും കൃഷിക്ക് ഇനിയും വലിയ പരിവർത്തനം ആവശ്യമായി വരുമെന്ന് ബാബാസാഹേബ് അംബേദ്കർ അറിയാമായിരുന്നു. 1951 ഒക്ടോബർ 3 പുറത്തിറക്കിയ പട്ടയാതി ഫെഡറേഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫെഡറേഷൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം അത്യന്താപേക്ഷിതമാണെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി നിലനിൽക്കേണ്ടത് കൃഷിയാണ്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ പുനർനിർമ്മാണത്തെ കണക്കിലെടുക്കാത്ത ഉൽപ്പാദന വർധനയുടെ ഏതൊരു പദ്ധതിയും നിരാശയിലേക്ക് നയിക്കും. അംബേദ്കറുടെ ഇന്ത്യയിലെ ഭൂപ്രശ്ന പരിഹാരത്തിന് സൂചിപ്പിച്ചതുപോലെ 3 ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും അഭിലഷണമായ പ്രോഗ്രാമാറ്റിക് തലത്തിൽ ഭൂമിയുടെ ദേശസാൽക്കരണവും കൃഷിയുടെ ശേഖരണവും അദ്ദേഹം നിർദ്ദേശിച്ചു. അതൊരു സർക്കാർ നടത്തുന്ന വ്യവസായമായിരുന്നു. രണ്ടാമതായി ഹിന്ദു ഗ്രാമ സമൂഹത്തിൽ നിന്ന് ദളിതർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പ്രത്യേക സെറ്റിൽമെൻറ്റുകൾ അദ്ദേഹം നിർദ്ദേശിച്ചു. മൂന്നാമതായി ഭൂരഹിതരായ ദളിതർക്ക് സർക്കാർ തരിശുഭൂമിയും വനവും മേച്ചിൽപ്പുറവും വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ബോംബെ അടക്കമുള്ള നിയമസഭയിലും
പാർലമെൻറ്റിലും ആ ബില്ല് പാസ്സാകുന്നുണ്ടായി. എന്നാൽ 55 വർഷങ്ങൾക്ക് ശേഷവും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ സെപ്റ്റംബർ 17, 1937 കാലഘട്ടങ്ങളിൽ ബാബാസാഹബ് അംബേദ്കർ ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറായിരുന്നപ്പോൾ ഖോത്തിയ ടേൺഓവർ സിസ്റ്റം അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബില്ല് കേരള ജനത മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതം. അത് പാവപ്പെട്ട കർഷകർക്ക്, പാവപ്പെട്ട ജനതയ്ക്ക് ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി കൊങ്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഐതിഹാസികമായ സമര പാരമ്പര്യങ്ങളുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ റിസൾട്ടിൻ്റെ ഗുണങ്ങളുടെ, ഭൂമി ലഭിച്ചവരുടെ, കർഷകരുടെ വിജയത്തിൻ്റെ ഒരു ബില്ലായിരുന്നു. ആ ബില്ല് പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മഹാത്മാ അയ്യങ്കാളി നയിച്ച കാർഷിക സമരം പോലുള്ള വിപ്ലവ സമരങ്ങളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയും ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയിട്ടും ഇന്നും കോളനികളിലും 4 സെൻറ്റിലും 3 സെൻറ്റിലും ഭൂമിയും ലഭിക്കാത്തവരെയും ആക്കി 55 വർഷം കുടിയാന്മ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം കുടിയാന്മ ഇല്ലാതാക്കുമ്പോൾ കേരളത്തിലെ ഭൂമി എത്ര പേരുടെ കൈകളിലാണെന്ന് പരസ്യപ്പെടുത്തുവാൻ സാധിക്കുമോ എന്നാണ് കേരള ജനത ചോദിക്കുന്നത്.